ഞാൻ നാസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ടി.വി കാണുമ്പോൾ കരയണോ, ചിരിക്കണോ എന്ന് മനസ്സിലാവാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. ആദ്യം നമ്മുടെ ബാലൻ സഖാവ്, ശരിക്കും അദ്ദേഹത്തിൻ്റെ തലക്ക് ബാലൻസ് തെറ്റിയ സഖാവ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടു. കേരള മതേതര വിശ്വാസികൾ ഒന്നാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന മാറാട് കലാപം വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ടും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടു. ശരിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അറിയുന്ന ആളുകൾ വളരെ പ്രതീക്ഷയിൽ കാത്തിരുന്നു. പിറ്റേ ദിവസം തന്നെ ബാലനെ തിരുത്തും, മുഖ്യമന്ത്രി തിരുത്തും, മറ്റു നേതാക്കൾ തിരുത്തുമെന്നൊക്കെ. പക്ഷേ പിറ്റേ ദിവസം മുതൽ നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി അടക്കം ഓരോ CPM-ൻ്റെ നേതാക്കളും ബാലന് സർവ്വവിധ പിന്തുണ നൽകുകയാണ് ചെയ്തത്. മാറാട് അങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റുമോ എന്നാണ് മറക്കാൻ പറ്റുമോ എന്നാണ് പിണറായി ചോദിച്ചത്. ഈ മാറാട്ടെ ദൗർഭാഗ്യകരമായ സംഭവം അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശ്രമഫലമായിട്ടുണ്ടായ ഒരു കലാപമല്ല. വളരെ ദൗർഭാഗ്യകരമായ കലാപത്തിൽ അതിൻ്റെ തുടർ കലാപം ഉണ്ടാകാതെ ഒതുക്കി നിർത്തിയതിൽ, അവിടെ അവസാനിപ്പിച്ചതിൽ മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും നേതാക്കൾ വലിയൊരു പങ്കുണ്ട്. പക്ഷേ ആ കേസിലൊന്നും തന്നെ പരാമർശിക്കപ്പെടാത്ത ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ പേര് പോലും നമ്മൾ ആരും തന്നെ മാറാട് കലാപത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ല. ആ പ്രദേശത്ത് അവർ കഷായത്തിൽ കൂട്ടാൻ മാത്രം ജമാഅത്തുകാരുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷെ ആ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന കൂട്ടത്തിൽ ഈ മാറാട് കലാപം കുത്തിപ്പൊക്കിയത് ഗുരുതരമായ ഒരു ഭവിഷ്യത്ത് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. തൊട്ടു പിറ്റേ ദിവസമാണ് നമ്മുടെ ഗജ പോക്കിരി വെള്ളാപ്പള്ളി നടേശൻ, പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന് ശേഷം ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്ന ആത്മീയ ആചാര്യൻ, സർക്കാരിൻ്റെ കേരള ഗവൺമെൻറ് നവോത്ഥാന സമിതി നായകന് പിണറായിയോടൊപ്പം കാറിൽ പാർട്ടി സഖാക്കൾക്ക് പോലും നേതാക്കൾക്ക് പോലും കഴിയാത്തിടത്ത് ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യാനും പിണറായിയിൽ നിന്ന് പട്ടും വളയും വാങ്ങാൻ യോഗ്യൻ, പരമയോഗ്യൻ. പക്ഷെ എൻ്റെ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തെ പണ്ടേ വിളിക്കാറ് കേരള തൊഗാഡിയ എന്നാണ് കേട്ടോ. കാരണം കോഴിക്കോട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ മതത്തിലോ ജാതിയിലോ നാട്ടിലോ പെടാത്ത രണ്ടാളുകൾ കോഴിക്കോടിൻ്റെ മുഴുവൻ വൃത്തികേടുകളും ഒലിച്ചിറങ്ങുന്ന മാൻഹോളിൽ പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ അതിലേക്ക് ചാടി സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട ആ കുടുംബത്തിന് സർക്കാർ ആനുകൂല്യം കൊടുത്തപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നമ്മൾ ആർക്കും മറക്കാൻ കഴിയില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു, മലപ്പുറത്ത് ഇഴവർക്ക് ശ്വാസം വിടാൻ കഴിയുന്നില്ല, അവർക്ക് ഒരു ആനുകൂല്യവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്നില്ല. പക്ഷെ എവിടെയൊക്കെ ഏതൊക്കെ കോളേജിന് ഏതൊക്കെ സ്ഥാപനത്തിന് അനുമതിക്കായിട്ട് അപേക്ഷ നൽകി എന്ന് ചോദിക്കുമ്പോൾ ഈ മഹാനൊരു മറുപടിയില്ല. അത് കഴിഞ്ഞ് റിപ്പോർട്ടർ TV-യുടെ റിപ്പോർട്ടർ ചോദിച്ചു, ഇപ്പോൾ ഭരിക്കുന്നത് കേരള ഗവൺമെൻറ് അല്ലേ, പിന്നെ പിണറായി ഗവൺമെൻറ് അല്ലേ കഴിഞ്ഞ 10 വർഷമായിട്ട്, എന്തുകൊണ്ട് നിങ്ങൾ കിട്ടുന്നില്ല എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു മന്ദബുദ്ധിയെ പോലെ നാവൊക്കെ മടക്കി പിടിച്ച് പ്രത്യേക ഗോഷ്ഠി കാണിച്ച് മൈക്കൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നത് കണ്ടു. ആ ചോദ്യം ചോദിച്ച പത്രപ്രവർത്തകനെ തീവ്രവാദിയാക്കിയിട്ടൊക്കെ ചിത്രീകരിച്ചു. പണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ ഒന്നിച്ച് അണിനിരന്നതും അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടെ കറുത്ത മുണ്ടിട്ടതൊക്കെ നമുക്ക് ഓർമ്മ വരികയാണ്. ഇപ്പം ആ പത്രപ്രവർത്തക യൂണിയൻ്റെ ശൗര്യമൊന്നും ഇപ്പം എവിടെയും കാണാനില്ല. പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും പ്രസ്താവന തുടങ്ങി. അത് കഴിഞ്ഞാൽ നായാടി മുതൽ നായർ വരെ എന്ന് പറഞ്ഞ് പിന്നെ തിരുത്തി നസ്രാണി വരെ എന്നാക്കിയിട്ട് അവരുടെ ഒരു മഹാ ഐക്യം രൂപീകരിക്കാൻ വേണ്ടി പിണറായി വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തു. ഉടനെ തന്നെ നമ്മുടെ NSS, ഇവർ രണ്ടുപേരും സമുദായത്തിൻ്റെ ചെരുവിൽ ജീവിക്കുന്ന ആളുകളാണ് കേട്ടോ. NSS ഇതേ ആശയവുമായിട്ട് മുന്നോട്ട് വന്നു. അവർ ടാർഗറ്റ് ചെയ്യുന്നത് പിണറായിയെ വീണ്ടും അധികാരത്തിൽ വരുത്തണം. അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ ആര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നുള്ളതിൻ്റെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് അവിടെ ഗ്രൂപ്പിസം വളർത്തണം. ശബരിമലയിൽ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതി നടന്നിട്ട് പോലും ഒരു അക്ഷരം മിണ്ടാതെ അടങ്ങിയിരുന്ന ഈ രണ്ട് മഹാന്മാരിപ്പോൾ ഹിന്ദുക്കളെ യോജിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ കേരളത്തിലെ ഹിന്ദുക്കൾ വളരെ ബുദ്ധിയുള്ള ആളുകളാണ്. അവരൊന്നും ഈ വെട്ടിൽ വീഴില്ല. പണ്ട് പിണറായി പാർട്ടി സെക്രട്ടറി ആവുന്ന സമയത്ത് ഇതേപോലെ പിന്നെ നായാടി മുതൽ നായർ വരെ യൂണിയൻ ഇവർ രണ്ടുപേരും ഉണ്ടാക്കി. അന്ന് അതിരൂക്ഷമായ
ഭാഷയിലാണ് അതിനെ പിണറായി വിജയൻ വിമർശിച്ചത്. വളരെ നിശ്ചിതമായിട്ട് ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാകുന്നത് വരാൻ പോകുന്ന ഭവിഷ്യത്താണ് എന്നൊക്കെ പറഞ്ഞ പിണറായി ഇപ്പോൾ ഇതിന് സർവ്വവിധ പിന്തുണ നൽകുകയാണ്. അതിനിടക്കാണ് മലപ്പുറത്തെയും കാസർകോട്ടെയും ഒക്കെ ജയിച്ചു വന്ന സ്ഥാനാർത്ഥികളുടെ പേര് വിവരം നോക്കണം, അവരുടെ മതം നോക്കണമെന്നൊക്കെ നമ്മുടെ ഭരണഘടന തിരുത്താൻ പറഞ്ഞ ആനയും മണ്ടനും ജടകൊള്ളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സജി ചെറിയാന്റെ പ്രസ്താവന വന്നു. അങ്ങനെ അതിനെ ഏറ്റുപിടിച്ചിട്ട് കേരളത്തിലെ മറ്റ് മതസ്ഥര് നമുക്കൊന്ന് കണക്കെടുക്കാമെന്ന് പറഞ്ഞാൽ കോട്ടയത്തും പത്തനംതിട്ടയിലും തെക്കൻ ജില്ലയിലൊക്കെ അവിടെയൊക്കെ എത്ര ശതമാനം മറ്റ് മതസ്ഥര് ഈ ലിസ്റ്റിലുണ്ട് എന്ന് വ്യക്തമാക്കേണ്ടി വരും. അതൊക്കെ പോകട്ടെ, കേരളത്തിലെ ഏകദേശം 25% വരുന്ന വലിയൊരു സമുദായം തന്നെ, ന്യൂനപക്ഷ സമുദായമാണ് മുസ്ലിം സമുദായം. മുസ്ലിം സമുദായത്തെക്കാളും ജനസംഖ്യയിൽ പിന്നിലാണ് ക്രിസ്തീയ സമുദായം. അവിടെ പിണറായി പറയുന്ന സജി ചെറിയാനടക്കം ഉള്ള മന്ത്രിസഭയിൽ ആനുപാതികമായിട്ട് എത്ര മുസ്ലിങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയാൻ സജി ചെറിയാന് കഴിയുമോ? അതുപോലെ PSC മെമ്പർമാരുടെ എണ്ണെടുത്ത് അങ്ങനെ ഓരോന്ന് നമുക്ക് എണ്ണെടുത്ത് കഴിഞ്ഞാൽ എവിടെയാണ് ഈ പറഞ്ഞ മതങ്ങൾക്കുള്ള ഈ സന്തുലിതാവസ്ഥ പിന്നെ CPM പുലർത്തിയത് എന്ന് പറയണം. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രത്യേക കുടുംബത്തിലെ കുറേ ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയും അതിന് ബാലൻസ് ഒപ്പിക്കാൻ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി തെക്കൻ ജില്ലയിൽ കുറച്ച് ആളുകൾക്കും സീറ്റ് കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് സ്ഥാനങ്ങൾ കൊടുത്തു എന്നല്ലാതെ എവിടെയാണ് കേരളത്തിലെ ജനസംഖ്യ ആനുപാതികമായിട്ട് ഇവിടെയുള്ള എല്ലാ മതങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ പരിഗണന CPM നൽകിയത് എന്നൊന്നറിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. ഞാൻ കൂടുതൽ പരത്തി പറയുന്നില്ല. ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് കേരള സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്. ഇതുതന്നെയായിരുന്നു നരേന്ദ്രമോദിയും BJPയും സംഘപരിവാറും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. പേര് നോക്കിയാൽ, ഡ്രസ്സ് നോക്കിയാൽ, മുഖം നോക്കിയാലൊക്കെ ആളെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചേരിതിരിവ്, അതായിരുന്നു അവരുടെ തുടക്കം. അതേ തുടക്കം തന്നെയാണ് പിണറായി വിജയൻ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ കളികൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ അത് ഗുരുതരമായ വില ഇതിന് കടിഞ്ഞാണിടാൻ CPMനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയെയും ഈ അധ്യക്ഷന്മാരെയും ഒക്കെ ഇരുത്തേണ്ട സ്ഥലത്ത് ഒതുക്കിയിരുത്താഞ്ഞാൽ കേരളം തീർച്ചയായിട്ടും ഉത്തരേന്ത്യയേക്കാൾ നാണിപ്പിക്കുന്ന വിധത്തിൽ വർഗീയത കൊണ്ട് ഉറഞ്ഞു തുള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. CPM വലിയ ആദർശമൊക്കെ പറയുന്നത് അത് പറയാതിരിക്കാൻ വയ്യ. CPM ആദർശമൊക്കെ പറയുമ്പോൾ മറ്റേ PDPക്കാർ, SDPIക്കാർ, ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയതിനെ കുറിച്ച് നമ്മളൊക്കെ പറയാം. നമുക്കതിൽ അങ്ങേയറ്റത്തെ വിമർശനമുണ്ട്, പ്രതിഷേധമുണ്ട്. ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു പണിയാണ് ഈ SDPIക്കാർ ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതേ അധ്യാപകൻ്റെ കൈവെട്ടിയതാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകനെ കയറി വിദ്യാർത്ഥിയുടെ മുമ്പിൽ വെച്ച് വെട്ടി നുറുക്കിയ ആളുകളെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ആരാണ് തീവ്രവാദികൾ? പിന്നെ ഈ SDPIയും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും PDPക്ക് വേണ്ടി നമുക്കറിയാം പൊന്നാനിയിൽ VS അച്യുതാനന്ദൻ അടക്കം വന്നിട്ട് വേദി പങ്കിട്ട കഥ ഒന്നും മറക്കാറായിട്ടില്ല. മലപ്പുറം ജില്ലയിൽ തന്നെ കുട്ടിലങ്ങാടി, അതുപോലെ തന്നെ കോട്ടക്കലടുത്തുള്ള സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല, ഇങ്ങനെ പല പഞ്ചായത്തുകളിലും, അതുപോലെ കോഴിക്കോട് ജില്ലയിലെ ചില പഞ്ചായത്തുകളിലുമൊക്കെ തന്നെ, അതുപോലെ തെക്കൻ ജില്ലയിൽ മൂവാറ്റുപുഴ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഈ പറഞ്ഞ SDPIയും വെൽഫെയർ പാർട്ടിയും PDPയും മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം പഞ്ചായത്ത് ഭരണം ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നിച്ചുള്ള പ്രകടനത്തിൻ്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൻ്റെയും ഒക്കെ കോപ്പികൾ ഇപ്പോഴും നമുക്ക് തേടിയാൽ കിട്ടും. ഒന്നുമില്ലെങ്കിൽ അതാത് പഞ്ചായത്തിലെ ആളുകൾക്കെങ്കിലും ഇവർ ഈ ജമാഅത്ത് വിരോധം ഒക്കെ പറയുമ്പോൾ പുച്ഛം തോന്നാതിരിക്കില്ല. കാരണം അവർക്ക് അനുഭവം ഉള്ളതാണ്. അവിടെയൊക്കെ മലപ്പുറം ജില്ലയിൽ വ്യാപകമായിട്ട് സാമ്പാർ മുന്നണി ഉണ്ടാക്കി ലീഗിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഉണ്ടാക്കിയ സാമ്പാർ മുന്നണിയിൽ വേവാതെ കിടന്ന കഷ്ടങ്ങളായിരുന്നു CPMനോടൊപ്പം PDPയും SDPIയും വെൽഫെയർ പാർട്ടിയൊക്കെ. ഇപ്പോൾ ഒരു കാരണവശാലും CPM എന്ന് പറയുന്ന ഈ അഭിനവ RSS സംഘത്തെ ഇങ്ങനെ വിടാൻ പാടില്ല എന്ന ബോധ്യം കൊണ്ടാണ്
ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയൊക്കെ നിരുപാധികം UDFന് പിന്തുണ നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞ കാലത്ത് ഇവരെ വളർത്തിയതും ഇവർക്ക് വേണ്ടി പ്രസ്താവനകൾ നടത്തിയതും ഇവർക്ക് വേണ്ടി എഡിറ്റോറിയൽ എഴുതിയതൊക്കെ CPM ആണ് എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. ഇതെല്ലാം ഓർത്തുകൊണ്ട് കേരളത്തിൽ വരുന്ന ഈ ഭവിഷ്യത്തിനെ തടയിടണമെങ്കിൽ പിണറായി എന്ന് പറയുന്ന മുണ്ടെടുത്ത മോദിയെ നിലക്ക് നിർത്താൻ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. CPM ആത്മാർത്ഥത ഉണ്ടായിട്ടൊന്നുമല്ല, മറിച്ച് ജനവികാരം ഇത്രയധികം സജി ചെറിയാൻ്റെയും ബാലൻ്റെയൊക്കെ പ്രസ്താവനയ്ക്കെതിരിൽ ഒറ്റക്കെട്ടാവുമെന്ന് CPM ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സജി ചെറിയാൻ ഈ വിവാദമായ പ്രസ്താവന ഇറക്കി 3 ദിവസം കഴിഞ്ഞപ്പോൾ CPMന് ഒരു മറുപടി പോലും ജനങ്ങളോട് പറയാൻ പറ്റും, സ്വന്തം പാർട്ടിക്കാരോട് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇന്ന് സജി ചെറിയാൻ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. ഈ മാപ്പും കോപ്പ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ കൂട്ടരുടെ ഉള്ളിലിരിപ്പ് കേരള ജനത മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.